PSC ടിപ്സ് ആൻഡ് ട്രിക്സിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ഇന്നത്തെ ഈ വീഡിയോയിലൂടെ നോക്കാൻ വേണ്ടി പോകുന്നത് ഇനി വരാനിരിക്കുന്ന യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് എക്സാമിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്നവർക്കായിട്ട് വളരെ പ്രധാനപ്പെട്ടൊരു വിവരമാണ് കേട്ടോ. അതായത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മൾ കഴിഞ്ഞ ദിവസം 2 വീഡിയോസ് ആയിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് എക്സാം എന്ന് പറഞ്ഞാൽ എന്താണ്, അതിൻ്റെ സാലറി സ്കെയിൽ എത്രയാണ്, അപ്ലൈ ചെയ്യേണ്ടത് ലാസ്റ്റ് ഡേറ്റ് എപ്പോഴാണ്, ഏജ് ലിമിറ്റ് എത്രയാണ്, ബാക്കിയുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങൾ, സിലബസ്, പരീക്ഷ എന്നായിരിക്കും, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവർ ഏതൊക്കെ രീതിയിൽ പഠിക്കണം, തുടക്കക്കാരെങ്ങനെ പഠിച്ചു തുടങ്ങണം, അതുപോലെ തന്നെ പഠിച്ചിരിക്കേണ്ട NCERT പാഠഭാഗങ്ങൾ ഏതൊക്കെയാണ് എന്നുള്ള ലിസ്റ്റൊക്കെ നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ അതെല്ലാവരും കണ്ടതാണല്ലോ. അപ്പോൾ എല്ലാവരും യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് എക്സാമിൻ്റെ ക്ലാസ് വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ക്ലാസ്സുകൾ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ പറയാൻ വേണ്ടി പോകുന്നത്, ഞാൻ NCERT ബുക്കുകളുടെ ലിസ്റ്റ് ഞാൻ നിങ്ങൾക്ക് തന്നു. അപ്പോൾ ഈ NCERT ബുക്കുകളൊക്കെ എവിടെ നിന്നാണ് കിട്ടുക എന്നത് പലരുടെയും സംശയമാണ്. എങ്ങനെയാണ് അത് ഡൗൺലോഡ് ചെയ്ത് എടുക്കുക എന്നുള്ള ഒരു ഡൗട്ട് എല്ലാവർക്കും ഉണ്ട്. അപ്പോൾ ആ ഡൗട്ടൊക്കെ ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് NCERT ബുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റുന്നത്, എങ്ങനെ നമുക്ക് NCERT ബുക്സ് കിട്ടും എന്നുള്ളതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ NCERT ബുക്കിൻ്റെ ലിസ്റ്റ് ഏതൊക്കെയാണ്, യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് എക്സാമിന് പഠിക്കേണ്ട ബുക്സ് ഏതൊക്കെയാണെന്നുള്ളത് വീഡിയോ ചെയ്തവർ കാണാത്തവരാണെങ്കിൽ ആദ്യം പോയിട്ട് ആ വീഡിയോ കാണുക. എന്നിട്ട് ആ ബുക്സിൻ്റെ ലിസ്റ്റൊക്കെ നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചേക്കുക. അതിനുശേഷം ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ആ ബുക്സൊക്കെ ഡൗൺലോഡ് ചെയ്തെടുത്ത് പഠിക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് നമുക്ക് NCERT ബുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റുന്ന 5 മുതൽ +2 വരെയുള്ള NCERT ബുക്ക് എങ്ങനെ നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാം എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. അതിന് മുന്നേ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും വീഡിയോസ് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ടെലഗ്രാം ചാനലിൽ കൂടിയിട്ട് ഒന്ന് ജോയിൻ ചെയ്യുക കേട്ടോ. നമ്മൾ ക്ലാസ്സുകൾ കഴിഞ്ഞ് നോട്ട്സും PDF എല്ലാം ടെലഗ്രാം വഴിയാണ് കൊടുക്കുന്നത്. അപ്പോൾ ടെലഗ്രാമിലും കൂടെ ഒന്ന് ജോയിൻ ചെയ്തേക്കുക. താഴെ കമൻറ്റ് ബോക്സിൽ ഫസ്റ്റ് കമൻ്റ് ആയിട്ട് ടെലഗ്രാമിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം തന്നെ ഏതെങ്കിലും ബ്രൗസറിൽ കയറിയിട്ട് നിങ്ങൾ NCERT ടെക്സ്റ്റ് ബുക്ക് എന്ന് പറഞ്ഞിട്ട് സെർച്ച് ചെയ്യുക. ഓക്കെ, NCERT ടെക്സ്റ്റ് ബുക്ക് എന്ന് പറഞ്ഞിട്ട് സെർച്ച് ചെയ്യാം. അങ്ങനെ സെർച്ച് ചെയ്യുന്ന സമയത്ത് നമുക്ക് നാഷണൽ കൗൺസിൽ ഓഫ് എഡ്യൂക്കേഷണൽ റിസർച്ച് ആൻഡ് ട്രെയിനിങ് എന്ന് പറഞ്ഞിട്ട് അവരുടെ തന്നെ ഒഫീഷ്യൽ സൈറ്റ് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. കാണുന്നുണ്ടല്ലോ, https/ എന്ന് പറഞ്ഞ ncert.nic.in എന്ന് പറഞ്ഞിട്ട് കാണുന്നുണ്ടല്ലോ. അപ്പോൾ ആ ഒരു സൈറ്റിൽ നമ്മൾ കയറുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു പേജാണ് കാണാൻ വേണ്ടി പറ്റുക. ടെക്സ്റ്റ് ബുക്സ് PDF 1 to +2 എന്ന് പറഞ്ഞിട്ട് കാണുന്നുണ്ടല്ലോ. അപ്പോൾ ഇത് കാണുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യുക, അവിടെ പോയിട്ട് നമുക്ക് സെലക്ട് ക്ലാസ്, സെലക്ട് സബ്ജക്റ്റ്, സെലക്ട് ബുക്ക് ടൈറ്റിൽ എന്ന് പറഞ്ഞിട്ട് 3 ഹെഡിങ്സ് ഇങ്ങനെ കാണാൻ വേണ്ടി പറ്റും. അപ്പോൾ അതിൽ നമ്മൾ സെലക്ട് ക്ലാസ്സിൽ പോവുക. സെലക്ട് ക്ലാസ് എടുത്തതിന് ശേഷം നമുക്ക് ഏത് ക്ലാസ് ആണോ വേണ്ടത് അത് നമ്മൾ കൊടുക്കുക. ഇപ്പം ഞാൻ 6 ആണ് കൊടുക്കുന്നത് കേട്ടോ. ക്ലാസ് 6 ഞാൻ കൊടുത്തു. ഇനി സെലക്ട് സബ്ജക്റ്റ് എടുക്കുക. സെലക്ട് സബ്ജക്റ്റ് എടുത്തിട്ട് നമ്മളിപ്പോൾ സോഷ്യൽ സയൻസ് ആണെങ്കിൽ സോഷ്യൽ സയൻസ് എന്ന് കൊടുത്തു. ദെൻ സെലക്ട് ബുക്ക് ടൈറ്റിൽ. അപ്പോൾ നമ്മൾ ബുക്കിൻ്റെ പേരുകളൊക്കെ ഞാൻ തന്നിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ ഞാൻ ഇവിടെ എടുക്കുന്നുണ്ട്. നമ്മൾ അവർ പാസ്റ്റ് എന്ന് പറയുന്ന ബുക്ക് 6ാം ക്ലാസ്സിൽ വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഹിസ്റ്ററി അവർ പാസ്റ്റ് എന്ന് പറയുന്ന ആ ഒരു ബുക്ക് നമ്മൾ സെലക്ട് ചെയ്തു. ഓക്കെ, ക്ലാസ് കൊടുത്തു, സോഷ്യൽ സയൻസ് എന്ന് പറയുന്ന ഇത് കൊടുത്തു, നമ്മൾ സെലക്ട് ചെയ്തു സബ്ജക്റ്റ് ഏതാണെന്നുള്ളത്, ബുക്കിൻ്റെ പേര് നമ്മൾ കൊടുത്തു. അതിനുശേഷം ആ ഗോ എന്ന് പറയുന്ന ബട്ടണിൽ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്കിതേ ഇങ്ങനൊരു പേജ് കിട്ടും. കണ്ടോ, ദാ ഇവിടെ ആ ഹിസ്റ്ററി അവർ പാസ്റ്റ് എന്ന് പറയുന്ന ആ ബുക്കിൻ്റെ ഇത് കാണാൻ പറ്റുന്നുണ്ടല്ലോ. അവിടെ ഈ ലെഫ്റ്റ് സൈഡിൽ നമുക്ക് കാണാൻ പറ്റും ഹിസ്റ്ററി അവർ പാസ്റ്റ് 1 എന്ന് പറഞ്ഞിട്ട് റാഷണലൈസ്ഡ് കണ്ടന്റ് എന്ന് പറഞ്ഞ് കാണുന്നുണ്ടോ. അതിൻ്റെ താഴെ ചാപ്റ്റർ 1, ചാപ്റ്റർ 2, ചാപ്റ്റർ 3 എന്ന് പറഞ്ഞ് ഓരോ ചാപ്റ്ററായിട്ട് ആ ടെക്സ്റ്റ് ബുക്കിലുള്ള 1 മുതൽ 11 വരെയുള്ള ചാപ്റ്റർ അല്ലേ, ചാപ്റ്റർ 11 വരെ നമുക്കിവിടെ എഴുതിയിട്ടുണ്ടാവും. അപ്പം നിങ്ങൾക്ക് ഓരോ ചാപ്റ്റർ ആയിട്ടാണ് ഡൗൺലോഡ് ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ ആ ഓരോ ചാപ്റ്റർ 1 ആണെങ്കിൽ 1 ക്ലിക്ക് ചെയ്യുക, ഡൗൺലോഡ് ചെയ്യുക, ആ രീതിയിൽ ചെയ്യാം. ഇല്ലെങ്കിൽ നമുക്ക് ആ കംപ്ലീറ്റ് ബുക്കാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, ഡൗൺലോഡ് കംപ്ലീറ്റ് ബുക്ക് എന്ന് പറഞ്ഞിട്ട് അവസാനം കിടക്കുന്നത് കണ്ടോ. അപ്പോൾ ആ ഡൗൺലോഡ് കംപ്ലീറ്റ് ബുക്കിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് ആ ഫയൽ ഡൗൺലോഡ് ആവുന്നത് നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. കണ്ടോ, ഡൗൺലോഡിങ് ഫയൽസ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ആ ഫയൽ ഡൗൺലോഡായി. അപ്പോൾ ഇതുപോലെ തന്നെയാണ് ഇനിയിപ്പോൾ നമുക്ക് വേറെ ബുക്കാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ക്ലാസ് ചേഞ്ച് ചെയ്യുക. 6 എന്നുള്ളത് മാറ്റിയിട്ട് നമുക്കിനി +1 അല്ലെങ്കിൽ 9 ഏതാണ് വേണ്ടത് അത് നമ്മൾ 9 അടിച്ചു കൊടുത്തു. 9ാം ക്ലാസ് അടിച്ചു കൊടുത്തു. സോഷ്യൽ സയൻസ് ആണെങ്കിൽ സോഷ്യൽ സയൻസ്, ഇല്ലെങ്കിൽ സയൻസ് ആണെങ്കിൽ സയൻസ്, ഏതാണോ വേണ്ടത് നമ്മൾ എടുത്തു. ബുക്കിൻ്റെ ലിസ്റ്റ് എടുക്കുക, ദെൻ ഗോ എന്ന് പറഞ്ഞിട്ട് കൊടുക്കുക. അപ്പോൾ അത് വന്നോളും. ഓക്കെ, അങ്ങനെ ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ആ ബുക്സ് കംപ്ലീറ്റും ഡൗൺലോഡ് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും.
ഓക്കെ, ഇനി ആർക്കും ഡൗട്ടൊന്നും ഇല്ലല്ലോ. അപ്പോൾ ഈ രീതിയിൽ ഞാൻ തന്നിട്ടുള്ള ബുക്സിൻ്റെ ലിസ്റ്റ് ഏതൊക്കെയാണെന്നുള്ളത് തന്നിട്ടുണ്ടായിരുന്നു ഇന്നലെ. അപ്പോൾ ആ ബുക്കിൻ്റെ ലിസ്റ്റ് കയ്യിലെടുക്കുക. അതിൽ ഓരോ ബുക്സായിട്ട് നിങ്ങൾക്ക് ഏതൊക്കെയാണോ ആവശ്യം അതെല്ലാം നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് എടുക്കുക, പഠിക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ NCERT ബേസ് ചെയ്തിട്ടുള്ള ക്ലാസ്സുകൾ എടുക്കുമോ, യൂണിവേഴ്സിറ്റി അസിസ്റ്റൻറ്റിൻ്റെ സിലബസ് കംപ്ലീറ്റ് ആക്കുമോ, ടൈം ടേബിൾ സെറ്റ് ചെയ്ത് തരുമോ എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് കമൻറ്റ്സ് വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ നിങ്ങൾക്ക് ടൈം ടേബിൾ സെറ്റ് ചെയ്ത് തരുന്നതാണ്. അതുപോലെ തന്നെ യൂണിവേഴ്സിറ്റി അസിസ്റ്റൻറ്റ് എക്സാമിന് വേണ്ടിയിട്ടുള്ള ക്ലാസ്സുകൾ നമ്മൾ തരുന്നതാണ്. NCERTയും എല്ലാ ക്ലാസ്സുകളും നമ്മൾ തരുന്നതാണ് കേട്ടോ. സിലബസ് വൈസും NCERTയുടെ എല്ലാ ക്ലാസ്സും നമ്മൾ തരുന്നതാണ്. NCERT ഇനി മലയാളത്തിൽ NCERT ബുക്കുകൾ കിട്ടുമോ എന്ന് കുറേ പേര് ചോദിച്ചിട്ടുണ്ട്. 5 മുതൽ 10 വരെയുള്ള NCERT ബുക്സിൻ്റെ മലയാളം വേർഷൻ ഇല്ല, അത് നമുക്ക് ഇംഗ്ലീഷിൽ മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളത്. പക്ഷേ ചില ഗൈഡ്സ് ഒക്കെ പുറത്തിറങ്ങുന്നുണ്ട്, അതിൻ്റെ മലയാളം വേർഷനായിട്ട് ഗൈഡുകളൊക്കെ പുറത്തിറങ്ങിയിട്ട് ചില പബ്ലിക്കേഷൻ്റെയൊക്കെ കാണാൻ വേണ്ടി പറ്റിയിട്ടുണ്ട്. അത് നിങ്ങൾക്ക് പുറത്ത് ബുക്ക് സ്റ്റോളിലൊക്കെ പോയി ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ലഭ്യമായിരിക്കും. അങ്ങനെ കിട്ടുവാണെങ്കിൽ നിങ്ങൾക്ക് അത് വെച്ചിട്ട് പഠിക്കാം. ഇല്ലെങ്കിൽ നമ്മൾ NCERTയുടെ ക്ലാസ് നമ്മൾ മലയാളത്തിൽ നിങ്ങൾക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ട് നമ്മൾ ക്ലാസ്സുകൾ എടുത്തു തരുന്നതായിരിക്കും കേട്ടോ, എല്ലാ സബ്ജക്റ്റിൻ്റെയും. അപ്പോൾ അത് നിങ്ങൾക്ക് ക്ലാസ് കണ്ട് നോട്ട്സ് തയ്യാറാക്കി പഠിക്കാം. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് വല്ല ഗൈഡോ എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കാൻ കിട്ടുവാണെങ്കിൽ ആ രീതിയിൽ വാങ്ങിച്ചിട്ട് നിങ്ങൾക്ക് നോട്ട്സ് എഴുതിയിട്ട് പഠിക്കാവുന്നതാണ്. പിന്നെ +1 +2 നമുക്ക് NCERT തന്നെയാണ്, നമ്മുടെ SCERTയുടെ അത് NCERTയുടെ ഇതുപോലെ തന്നെ സിലബസ് വെച്ചിട്ട് തന്നെയാണ്. അപ്പോൾ നമുക്കത് മലയാളത്തിൽ വേർഷനിൽ കിട്ടും. അത് നമുക്ക് സമഗ്രയിൽ പോയിട്ട് ഡൗൺലോഡ് ചെയ്യാം. സമഗ്രയിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് NCERT +1 +2 നമുക്ക് മലയാളത്തിൽ കിട്ടുന്നതാണ്. അപ്പോൾ അത് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തെടുത്തിട്ട് പഠിക്കാവുന്നതാണ് കേട്ടോ. 5 മുതൽ 10 വരെയുള്ളത് നമുക്ക് ഇംഗ്ലീഷിൽ മാത്രമാണ് NCERT അവൈലബിൾ ആയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇനി ഇതിൽ ഡൗട്ട്സ് ഒന്നും ഇല്ലല്ലോ. അപ്പോൾ NCERT ബുക്സ് എങ്ങനെയാണ് ഡൗൺലോഡ് ചെയ്യേണ്ടതെന്ന് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അത് പോയിട്ട് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തെടുത്തിട്ട് പഠിക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ NCERT ബേസ്ഡ് ക്ലാസ്, യൂണിവേഴ്സിറ്റി അസിസ്റ്റൻറ്റിന് വേണ്ടിയിട്ടുള്ള ക്ലാസ് നമ്മൾ ഉടനെ തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നല്ല രീതിയിൽ തന്നെ നിങ്ങളുടെ സപ്പോർട്ട് കൂടി ഉണ്ടാവണം. ഓക്കെ ആണല്ലോ. അപ്പോൾ എന്തായാലും നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക്